ഫിൽസാൾട്ട് ഇല്ലാത്തത് ആർ സി ബിക്ക് വലിയൊരു തലവേദന തന്നെയാണ്. ഫിൽസാൾട്ട് ആയിരുന്നു ഡൽഹിയുമായുള്ള ആദ്യ മത്സരത്തിൽ ആർ സി ബിയുടെ ടോപ്പ് സ്കോറർ, 50+ നേടിയിട്ട് ടോപ്പ് സ്കോറായി നിന്നത്. ആ സാൾട്ടാണ് ഇന്നത്തെ മത്സരം കളിക്കാനില്ലാത്തത്. ആർ സി ബി കഴിഞ്ഞ പ്രാവശ്യത്തെ റിവഞ്ച് എടുക്കാനാണ് ഡൽഹിയുമായി ആദ്യ മത്സരത്തിന് പോയത്. അപ്പോൾ ഡൽഹി വീണ്ടും ഊക്കിവിട്ടു. അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും ആർ സി ബിക്ക് ജയിച്ചേ പറ്റൂ. കാരണം ആർ സി ബി ഫാൻസിൻ്റെ എല്ലാവരുടെ ഓർമ്മയിലും അതുണ്ടാകും. രാഹുലിൻ്റെ സെലിബ്രേഷൻ, ഇത് എൻ്റെ ഹോം ഗ്രൗണ്ടാന്ന് പറഞ്ഞിട്ടുള്ള സെലിബ്രേഷൻ. അപ്പോൾ ഇന്ത വാട്ടി മിസ്സേ ആവാതെ. അപ്പോൾ സാൾട്ട് ഇല്ലയെന്ന് കരുതിയിട്ട് ആർ സി ബി വിട്ടുകൊടുക്കില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. ആർ സി ബി അത്രയും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കും ഡൽഹിക്കെതിരെ. പിന്നെ ഡൽഹിക്ക് ഇന്നത്തെ മത്സരം അതിനിർണായകവുമാണ് പോയിന്റ് ടേബിൾ മുന്നോട്ട് പോകണമെങ്കിൽ. പിന്നെ പകരം വരുന്ന ജാക്കബ് ബദൽ ചെറിയ പുള്ളിയല്ല, മികച്ച ഫോമിൽ കളിക്കുന്ന പ്ലെയറുമാണ്. പക്ഷേ അവരുടെ ഓപ്പണിംഗ് ബോളർ മിച്ചൽ സ്റ്റാർക്കാണ്. അതിനെ ബദൽ എങ്ങനെ അതിജീവിക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അതുപോലെ ഇരിക്കും മത്സരത്തിൻ്റെ റിസൾട്ട്. എന്തായാലും ആർ സി ബിക്ക് റിവെഞ്ച് എടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ? എങ്കിൽ അതിന് പ്രധാന കാരണം എന്തായിരിക്കുമെന്ന് കൂടി പറയാം. ഡൽഹി ഓൾറെഡി സ്ട്രോങ് ടീമാണ്. രാഹുലും റാനയും ഫോമിലേക്ക് വന്നിട്ടുണ്ട്, സ്റ്റാർക്കും വന്നിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം പറ.